നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും. ഇവിടെ C&AG ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കിഫ്ബി അത് പറ്റില്ല എന്ന് പറയുന്നത്. C&AG പല പ്രാവശ്യം എഴുതി ഇത് ഓഡിറ്റ് ചെയ്യണം. C&AG ഓഡിറ്റ് ഉണ്ട്. ഞങ്ങളൊരു ഓഡിറ്റിംഗ് ഉണ്ടാക്കിയിരുന്നത്. ഇത് നാട്ടുംപുറത്ത് ഉണ്ടാക്കുന്ന ക്ലബ്ബല്ല. അവിടെ ഓഡിറ്റിംഗ് രണ്ടുപേരെ ഓഡിറ്ററായിട്ട് വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യയും പരിശോധിക്കുന്ന പോലെയല്ല. ഇത് നാട്ടുകാരടയ്ക്കുന്ന നികുതി പണമാണ്. നാട്ടുകാരടയ്ക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം. കാരണം എന്താ, ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും. അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ്. നിങ്ങൾ ദയവ് ചെയ്ത് ഭരണകക്ഷിയിലിരിക്കുന്ന MLA-മാർ കൂടി ഒന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത്. റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ PWDയിലെ എക്സ്പീരിയൻസ്ഡായ ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് BSNL നിന്ന് റിട്ടയർ ചെയ്ത ആൾ അവിടെ പരിശോധിക്കണം. സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുട്ടിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.